കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രഭാഷണത്തിന് പോകുമ്പോൾ കേരളത്തിലെമ്പാടും നമുക്ക് കാണാൻ സാധിക്കുന്നത്, പണ്ടൊക്കെ ഒരു വലിയ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ ഉള്ള ഹോട്ടലിനെയാണ് വലിയ ഹോട്ടൽ എന്ന് പറയുക. മോഡേൺ ഹോട്ടൽ എന്ന് പറയുന്നത് നോൺ വെജിറ്റേറിയൻ ഉള്ള ഹോട്ടലിനെയാണ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റും ഹോട്ടലുകളും വെജിറ്റേറിയൻ മാത്രമുള്ളത്, എല്ലാ മതക്കാരും കയറുന്നത്, എല്ലാ മതക്കാരുടെയും ബിസിനസ് വെഞ്ചുറുള്ളവർ ആരംഭിക്കുന്ന ഹോട്ടലുകൾ ഹൈവേയിലുണ്ട്, MC റോഡിലുണ്ട്, ഇടവഴികളിലുണ്ട്, എല്ലായിടത്തുമുണ്ട്. എത്ര ഹൈ ക്വാളിറ്റി റീസണബിൾ റേറ്റുള്ള വെജിറ്റേറിയൻ ഹോട്ടലുകളാണ് കേരളത്തിലെമ്പാടും വരുന്നത്. പിന്നെ ഇന്ത്യൻ കോഫി ഹൗസ് മാതിരിയുള്ള ഹോട്ടലുകളിൽ നോൺ വെജിറ്റേറിയൻ്റെ യാതൊരു വിധത്തിലുള്ള സ്പർശനവും ഇല്ലാതെ പ്യുവർ വെജിറ്റേറിയൻ എല്ലാ കാര്യങ്ങളും അവിടെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ നോൺ വെജ് ഉണ്ടെങ്കിൽ നോൺ വെജിൻ്റെ നെഗറ്റീവ് ഇല്ലാത്ത വെജിറ്റേറിയൻ ഹോട്ടലുകളും പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലുകൾ പല 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 പേരുകളിൽ. പണ്ട് നോൺ വെജിറ്റേറിയൻ ഇല്ലെങ്കിൽ ഒരു ഹോട്ടല് നിന്ന് പിഴയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഇന്നത് മാറി. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും വേണ്ടി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അൾട്രാ മോഡേൺ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ധാരാളം വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വീട്ടിൽ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നതും അത് കുറയ്ക്കാം. ഈ ഹോട്ടലുകളിലെ നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഏത് തരം ഇറച്ചിയാണ്, ഏത് തരം രോഗം വന്ന മൃഗമാണ്, അതിനെ എന്ത് ക്രൂവലായിട്ടാണ് കൊന്നിരിക്കുന്നത്, അതിൻ്റെ ഏതൊക്കെ വേസ്റ്റ് ഭാഗങ്ങളാണ് ഈ ഹോട്ടലിലേക്ക് തള്ളുന്നത്, അതെല്ലാം നിങ്ങൾ എങ്ങനെയാണ് അത് പാചകം ചെയ്യുന്നത്, അതിനകത്ത് ടേസ്റ്റ് വരാനായിട്ട് എന്തൊക്കെയാണ് ചേർക്കുന്നത്, ഇത് ശരിക്കും ചോരയും ഇറച്ചിയും നിങ്ങളുടെ നാക്കിന് ടെമ്പററി ആയിട്ട് ടേസ്റ്റ് വരത്തക്ക വിധത്തിൽ തോന്നിയ മാതിരി കരിച്ച് റോസ്റ്റ് ചെയ്തിട്ട് അത് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ആ 10 മിനിറ്റ് നേരം കഴിക്കുന്ന ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള മൃഗങ്ങളാണ്, അതിൽ ഏതൊക്കെ തരത്തിലുള്ള ഇറച്ചി, ബീഫിൻ്റെ കൂട്ടത്തിൽ മട്ടണിൻ്റെ കൂട്ടത്തിൽ ബീഫുണ്ടോ, പോർക്കുണ്ടോ, പോത്തുണ്ടോ, എന്തൊക്കെയോ, അത് രോഗം വന്നതാണോ അല്ലാത്തതാണോ, അതിനെ നരകയാതന അനുഭവിപ്പിച്ച് അതിനെ ഈ ഹോട്ടലിൽ നിങ്ങളുടെ തീന്മേശയ്ക്ക് മുമ്പിൽ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ മുട്ട കഴിക്കുന്നതിനോട് നമുക്ക് എതിർപ്പൊന്നുമില്ല. അതിൽ പിന്നെ എംബ്രിയോയും ജീവനൊന്നുമില്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ നോൺ വെജിറ്റേറിയൻ കഴിക്കില്ലെന്ന് തീരുമാനിക്കാം. പണ്ട് അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാൻ നിങ്ങളോട് പറയാൻ ഭയം ഉണ്ടായിരുന്നു. കാരണം ആവശ്യത്തിന് വെജിറ്റേറിയൻ ഹോട്ടലില്ല. ഇപ്പോൾ ആവശ്യത്തേക്കാൾ കൂടുതൽ ഇഷ്ടംമാതിരി വെജിറ്റേറിയൻ ഹോട്ടലുകളുണ്ട്. അപ്പോൾ ഇത്രയും ഹോട്ടലുള്ള സ്ഥിതിക്ക് നിങ്ങൾ നോൺ വെജിറ്റേറിയൻ പുറത്തിറങ്ങിയാൽ കഴിക്കില്ല എന്ന് തീരുമാനിച്ച് പിന്നീട് പതുക്കെ വീട്ടിനകത്ത് നിന്നും നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കുന്ന ഒരു ലെവലിലേക്ക് എത്താൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കട്ടെ. ഇത്രയും അധികം ഹോട്ടലുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കണം എന്നുള്ള, അതല്ലാണ്ട് വേറെ കിട്ടാനില്ല എന്ന് പറയാൻ സാധിക്കില്ല. അതല്ലാതെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടാനുള്ളത്. ധാരാളം വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. നമ്മളുടെ പ്രാർത്ഥന പോലെ പ്രകൃതിയും കേരള ജനതയും ബാക്കി എല്ലാവരും വെജിറ്റേറിയനിസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്ക് സ്വീകരിച്ചൂടെ? പ്രണാമം, നമസ്കാരം.